10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പോൾ പിന്നെ ഇനി എന്നാ പഠിക്കണം, എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള ചിന്തയായി. എനിക്ക് ചിന്തയൊന്നും പ്രത്യേകം ഉണ്ടായിരുന്നില്ല. പക്ഷേ മാതാപിതാക്കൾ ഒത്തിരി ആകുലചിത്തരായിരുന്നു. അവർ ബന്ധുക്കളെ വിളിച്ചു കൂട്ടി. ഇളയപ്പനും വല്യപ്പനും ബന്ധുക്കളും ഒക്കെ ഒരുമിച്ച് കൂടി ചർച്ച നടക്കാനായിട്ട് ഇനി എങ്ങനെ പഠിക്കാൻ പോകണം. അപ്പോൾ ചിലർ പറഞ്ഞു ഇവനെ പ്രീ ഡിഗ്രിക്ക് വിടാൻ പറഞ്ഞു. അപ്പം പറഞ്ഞു പ്രീ ഡിഗ്രിക്ക് പോയാലോ അവൻ പാസ്സാവില്ല. 2ാം ക്ലാസ്സിൽ തോറ്റു, 7ാം ക്ലാസ്സിൽ തോറ്റു, ഇപ്പോൾ കഷ്ടിച്ച് പാസ്സായിട്ടുണ്ട്. അതുകൊണ്ട് അവൻ പഠിക്കാനുള്ള ബുദ്ധിയില്ല. അനിയൻ കുറച്ചുകൂടെ ബുദ്ധിയുണ്ട്, അവനെ പഠിപ്പിക്കാം, ഇവൻ എന്തെങ്കിലും തൊഴിൽ പഠിക്കട്ടെ. അങ്ങനെ അതിനു മുമ്പ് തന്നെ ഒരു സ്ഥലത്ത് പോയി അന്വേഷിച്ച് വെൽഡിങ് സെറ്റുകാരുടെ കൂടെ വിടാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാ ഒന്നും പറയാനൊന്നും നമുക്ക് പറ്റുകയില്ലല്ലോ. ഏതായാലും അങ്ങനെ എല്ലാവരും കൂടി തീരുമാനിച്ചു. വെൽഡിങ് സെറ്റുകാർ കൂടി. അപ്പോൾ അങ്ങനെ ഞാൻ പോയിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഒരു വെൽഡറായിട്ട് മാറിയേനെ. ഞാൻ അവിടെ നിന്ന് ചാടി സെമിനാരിയിൽ പോകണമെന്നുള്ള പ്രതീക്ഷ വെച്ച് സെമിനാരിയിൽ ചേർന്ന് അച്ഛനായി. ഒത്തിരി നന്മ ചെയ്യാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചു. ദൈവമേ, എൻ്റെ സഹനങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഞാൻ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. എനിക്കുണ്ടായ എല്ലാ ബുദ്ധിമുട്ടുകളും അങ്ങ് നന്മയ്ക്കായി മാറ്റിയതിനെ ഓർമ്മിച്ച് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.